വി.ഡി. സതീശൻ കേരളം മുറവിളി കൂട്ടി നേടിയ മുഖ്യമന്ത്രിയെന്ന് മോഹൻലാൽ. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ ജനങ്ങൾ മുറവിളി കൂട്ടുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും. സതീശന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും ആണ് ഇതിന് കാരണമെന്നും മോഹൻലാൽ പറഞ്ഞു. എറണാകുളം പറവൂരിൽ വി.ഡി. സതീശന് നൽകിയ സ്വീകരണ പരിപാടിയിലാണ് പ്രതികരണം. മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി.ഡി. സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമറാവാൻ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിപാടിയിൽ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ഹിറ്റ് ഡയലോഗ് പറഞ്ഞ് മോഹൻലാൽ മയക്കുമരുന്നിൽ നിന്ന് കേരളത്തെ മുക്തമാക്കണമെന്നും അതിനായി നാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു. കഥാപാത്രം പറയുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്ക് മുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടൻ സലീം കുമാർ, ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ഇസ്സത്താണ് ചേരുന്നുള്ളത്. ഇസ്സത്ത്, പുതിയ സർക്കാരിനെ, പുതിയ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് മോഹൻലാൽ സംസാരിച്ചിട്ടുള്ളത്. ഇത് പഴയ സർക്കാരിനോടുള്ളൊരു പ്രതിഷേധമായിട്ട് സംസാരിക്കുന്നതായി കാണണോ, അതോ പുതിയ മുഖ്യമന്ത്രിയെ വാഴ്ത്തുക, അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിലേക്ക് അദ്ദേഹത്തിന് ആശംസ നേരുക, അത്തരത്തിലൊരു രീതിയിൽ മാത്രമായിട്ട് കണ്ടാൽ മതിയാവും? എന്താണ് ഇസത്തിന് തോന്നുന്നത്? ലിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയെ വരവേൽക്കുമ്പോൾ ഒരു സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരത്തിന് പുറമെ ഒരു പ്രതിഷേധം കൂടി ഇന്ന് പറവൂരിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് പ്രധാനമായിട്ടും സലീം കുമാർ സംസാരിച്ചതിലാണ് നമുക്കതിൽ എടുത്തു വായിക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് അഭിമാനിക്കാം, പറവൂരിൽ നിന്നും ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നിങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലുള്ള പ്രതിഷേധ സ്വരം എത്രത്തോളം ഉണ്ടെന്ന്. മാത്രമല്ല, മോഹൻലാൽ സംസാരിച്ചപ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ജനങ്ങൾ ഇത്രത്തോളം ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി മറ്റാരുമില്ല എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, പറയുമ്പോൾ സിംഗപ്പൂർ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള ലീ ഖുവന്റെ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തെ പോലെ സ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതമാണ് വി.ഡി. സതീശൻ്റെത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഇതിലേറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ശ്രീകുമാരൻ തമ്പിയുടെ വാചകമായിരുന്നു. ശ്രീകുമാരൻ തമ്പി NSS സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഒരു ഒളിയമ്പ് കൂടി ഇന്ന് പറവൂരിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് NSS പോലെയുള്ള സംഘടനകൾ വൃത്യജന പരിപാലന സംഘടനയായിരുന്നു, എന്നാൽ ഇപ്പോൾ അവിടെയുള്ളവർ ചിലർ രാജാവിനെ പോലെ പെരുമാറുന്നു. അത്തരം രാജാക്കന്മാർ വരുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ജാതിമത സൗഹാർദ്ദത്തെയെല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണെന്നാണ്. മാത്രമല്ല, ഇതിനു മുൻപ്, അതായത് ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളെ അറിയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വേണ്ടതെന്നാണ്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിലും അതുപോലെ തന്നെ കഴിഞ്ഞ മുഖ്യമന്ത്രിമാരെല്ലാം ജനങ്ങളെക്കാൾ വലിയ ആളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിമാരാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ലിനിഷ പറഞ്ഞതുപോലെ ഒരു പ്രതിഷേധവും ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലിനിഷ. ശരി.